സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരതഹർത്രേണ നിർപ്പാട്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 8 വരെയുള്ള ശ്ലോകം 8 കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഋഷഭദേവൻ്റെ മക്കൾ 9 ആളുകൾ നവയോഗികളായി. 9 ആൾക്കാർ 9 ഖണ്ഡം പാലിച്ചു. ഒരാളാണ് ഭരതൻ. എത്രയായി? 89. ബാക്കിയുള്ള ആളുകൾ ബ്രാഹ്മണരായി തീർന്നു. കർമ്മമാണ് ബ്രാഹ്മണ്യം, ജന്മമല്ല. ഉക്താസുദേഭ്യോത മുനീന്ദ്രമധ്യേ, മുനീന്ദ്രന്മാർക്കും തൻ്റെ മക്കൾക്കും തത്വോപദേശം ചെയ്തു കൊടുത്തു. സ്വയം അവധൂതചര്യ അനുഷ്ഠിച്ച് കാട്ടിൽ കഴിഞ്ഞുകൂടി എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം: പരാത്മഭൂതോപി പരോപദേശം കുറുവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിചചാര കൃഷ്ണാം മഹീമഹീനാത്മരസഭിലീന. ഹേ സർവേശ്വര ഋഷഭദേവ, അങ്ങ് പരാത്മഭൂതോപി പരബ്രഹ്മഭാവം പ്രാപിച്ചു. ശരീരത്തിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും മറ്റുള്ളവരെ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ തുടരണം എന്നുണ്ട്. നമ്മളിപ്പോൾ ഭാഗവതം കുറേ മനസ്സിലാക്കി എന്നുള്ളതുകൊണ്ട് മുഴുവനായില്ല, മുഴുവൻ മനസ്സിലാക്കിയിട്ടുമില്ല കേട്ടുള്ള കാര്യം പറയാം. അതൊക്കെ ഇങ്ങനെ പറയണത് തന്നെ തെറ്റാ. പക്ഷേ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ അതെങ്കിലും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല. എന്നിട്ട് പറയുക എനിക്ക് മുഴുവനൊന്നും അറിയില്ല കേട്ടോ, എന്നാൽ ആ ദോഷം തീർന്നു എന്നാണ്. എല്ലാം അറിയാമെന്ന് പറഞ്ഞാലേ പാവുള്ളൂ. അറിയില്ല എന്ന് സമ്മതിച്ചാൽ അറിയണത് പറഞ്ഞു തരാം. മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുപോലെ ഞാൻ പറഞ്ഞുതരാം, എനിക്കൊന്നും അറിയൊന്നുമില്ല എന്ന് ക്ലോസ് വെച്ചാൽ നമുക്കൊക്കെ അറിയാമെന്നുള്ള അഹങ്കാരദോഷം നമുക്ക് ബാധിക്കില്ല. പക്ഷെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതും കൂടി നമ്മുടെ ധർമ്മമാണ്. അതാണ് ഇവിടെ ഋഷഭദേവൻ ചെയ്തത്. പരാത്മഭൂത, പരമാത്മസ്വരൂപത്തെ പ്രാപിച്ചുവെങ്കിലും പരോപദേശം കുറുവൻ, മറ്റുള്ളവർക്ക് ഈ ഉപദേശം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ആരെങ്കിലും രക്ഷപ്പെടുക വെച്ചാൽ രക്ഷപ്പെടട്ടെ, തൻ്റെ ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുക വെച്ചാൽ രക്ഷപ്പെടട്ടെ. അതല്ലേ തനിക്ക് ഈ ജീവിതത്തിൽ ഇനി ചെയ്യാനുള്ളൂ. പരോപദേശം കുറുവൻ, മറ്റുള്ളവർക്ക് ഉപദേശത്തെ ചെയ്ത് എല്ലാം ഉപേക്ഷിച്ചു, എല്ലാവരാലും ഉപേക്ഷിച്ചു. എല്ലാവരെയും താൻ ഉപേക്ഷിച്ചു, എല്ലാവരാലും താനും ഉപേക്ഷിച്ചു. ബന്ധമൊന്നുമില്ല. സർവനിരസ്യമാന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരെയും ഉപേക്ഷിച്ച് വികാരഹീന, യാതൊരുവിധ രാഗദ്വേഷാദി വികാരങ്ങളും ഇല്ലാതെ കണ്ട്. മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. കാരണം അതും കൊണ്ടൊക്കെയാണല്ലോ നമ്മളിവിടെ വന്നത്. എത്രയോ ജന്മത്തെ എന്തൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്നാണ് പോകണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ടേ പറ്റൂ. വികാരഹീനനായി ഒരു തരത്തിലുള്ള രാഗദ്വേഷാദികളോ, രാഗവും ഇല്ല ദ്വേഷവും ഇല്ല, രണ്ടുമില്ല. ഒന്നുണ്ടെങ്കിൽ മറ്റുണ്ടാവുന്നതാണ്. രണ്ടിനെയും കളഞ്ഞു. വികാരഹീനോ വിചചാര കൃഷ്ണ, ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മഹാത്മാക്കൾ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല എന്നാണ്. ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ അവിടെ രാഗവും ഉണ്ടാവും, ദേഷ്യവും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഭാവഭേദങ്ങളൊക്കെ വരും കുറേ കഴിഞ്ഞാൽ. നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കും മടുക്കും, മറ്റുള്ളവരെ കൊണ്ട് നമ്മളും മടുക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി വസിക്കാത്തവരാണ് സജ്ജനങ്ങൾ. നാരദനെ അങ്ങനെ ചവിച്ചപ്പോൾ സന്തോഷിക്കാൻ കാരണം അതാ. വിചചാര മഹി ഭൂമിയിൽ അങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കാതെ വികാരഹീനനായിട്ട് തികഞ്ഞ ആത്മാനന്ദത്തിൽ മുഴുകി. അഹീനാത്മാ രസാഭിലീന, ആത്മരസത്തിൽ അങ്ങനെ മുങ്ങി സഞ്ചരിച്ചു. വേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. ചോദിച്ചവർക്കേ പറഞ്ഞു കൊടുക്കുള്ളൂ. വേണ്ടാത്തവരോടോ അനാവശ്യമായിട്ടുള്ളവരോടോ
പറയാൻ നിൽക്കില്ല. വേണ്ടവർക്ക് ആത്മോപദേശം കൊടുത്ത് ഭൂമി മുഴുവനും അദ്ദേഹം സഞ്ചരിച്ചു. പരാത്മഭൂതോപി, താൻ പരമാത്മസ്വരൂപി ആയിരിക്കണു. പിന്നെ അദ്ദേഹത്തിന് ലക്ഷ്യമില്ല അവിടെ ഒന്നും. എന്നാലും മറ്റുള്ളവർക്കും ഇത് കൊടുക്കണ്ടേ. പരാത്മഭൂതോപി പരോപദേശം കുറുവൻ, വേണ്ടവർക്ക് ചില ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ട് ഭവാൻ അങ്ങ് ഗുരുവായൂരപ്പ സർവനിരസ്യമാന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നിരസിക്കപ്പെട്ട്, തനിക്കാരോടും ബന്ധമില്ല, ആർക്കും തന്നോടും ബന്ധമില്ല, വികാരഹീനോ പിചചാര, വികാരങ്ങളൊന്നുമില്ലാണ്ട് ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചു. ആത്മസ്വരൂപിയായിട്ട് അങ്ങനെ സഞ്ചരിക്കുക. ഒന്നിനോടും ബന്ധമില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല, ദേഹശുദ്ധി വരുത്തണമെന്നില്ല, ശുദ്ധമില്ല അശുദ്ധമില്ല, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ വളരെ കാലം സഞ്ചരിച്ച് അടുത്ത ശ്ലോകം ശയു മൃദംഗോ മൃഗകാകചര്യ ചിരം ചരന്നാപ്യപരം സ്വരൂപം ഭവ ദവാഹൃദാംഗ കുടകാചലേത്വം താപാൻ മമാപാഗുരു വാധനാഥ. അവസാനത്തെ വരി പ്രാർത്ഥനയാണ്. മമ താപാൻ അപാഗുരു, ഹേ വാധനാഥ മമ താപാൻ അപാഗുരു, എൻ്റെ ദുഃഖത്തെ രോഗത്തെ മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 വരിയിലാണ് കഥ ബാക്കി ശേഷം കഥ പറഞ്ഞത്. ശയു വ്രതം, ശയു എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ്. ചിലപ്പോൾ പെരുമ്പാമ്പ് കിടക്കണ പോലെ ഇങ്ങനെ കിടക്കും, ഒരു ചേഷ്ടയും ഇല്ലാതെ, ഒന്നും ചെയ്യാനൊന്നുമില്ല തനിക്കിനി. ശയു വ്രതം, അതിനാണ് ശയു വ്രതം എന്ന് പറഞ്ഞാൽ ശയു പെരുമ്പാമ്പ്. ഗോ മൃഗ കാക ചര്യാം, പശുക്കളുടെ ചര്യ. മൃഗം മാനാണ്, സംസ്കൃതത്തിലത്തെ മൃഗം മൃഗമല്ല മാനാണ്. മാനിൻ്റെ ചര്യ അനുഷ്ഠിക്കുക. ചിലപ്പോൾ ചാട് എടുത്ത് ചാട് അങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യണം. മാനെന്താ ചെയ്യാച്ചാൽ അത് കാക്കയുടെ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും. ഇന്നതെന്നൊന്നുമില്ല, അതിൻ്റെ ശുദ്ധോ അശുദ്ധോ മാംസമാണോ അല്ലയോ അതും കൂടി നോക്കില്ല, എന്തേ കിട്ടിയാച്ചാൽ കഴിക്കലാണ് കാക്ക ചര്യ. കാക്കകൾ അങ്ങനെ എന്താ കിട്ടിയാച്ചാൽ തിന്നും, ഇല്ലേ, കൊക്കൊണ്ട് കൊത്തുക കഴിക്കുക. ഭക്ഷണത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചോ ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചോ സ്വാദിനെക്കുറിച്ചോ ചിന്തയേ ഇല്ല, കാരണം കാക്കചര്യ. ഗോ മൃഗ മാന്, കാക്കചര്യാം പാമ്പിൻ്റെ ധർമ്മം. ഗോമൃഗ കാക്കചര്യാം ശയുവ്രതം പെരുമ്പാമ്പിൻ്റെ ചര്യ അനുഷ്ഠിച്ച് ചിരഞ്ചരൻ ആത്മപരം സ്വരൂപം, പരബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ കാട്ടുതീയിൽ ഉപേക്ഷിച്ചു. ശരീരം നശിക്കണം, അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. എന്ത് കാരണമായാലും അവധൂതന്മാർക്ക് വിരോധമൊന്നുമില്ല. അതാണ് ഇവിടെ എന്താണ് ദവാഹൃദാംഗ. ദവാഹൃദാംഗ കുടകാചലേത്വം. കുടകാചലം കർണാടകത്തിലെ കുടക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ളൊരു പർവ്വതമാണ് ചിലർ പറയണു. അതിൽ ദവാഹൃദാംഗ കാട്ടുതീയിൽപ്പെട്ട് ദഗ്ധനായിട്ട് തീർന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അതും അപമൃത്യൊന്നുമല്ല. തീയ് ശുദ്ധമാണല്ലോ ഒരു കണക്കിന് പറയാച്ച. അഗ്നിസമാധിയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മനസ്സ് ഈശ്വരങ്കലാക്കി നിർത്തിയിട്ട് ശരീരം വെടിഞ്ഞാൽ അതന്നെ സമാധി. മനസ്സ് ഭഗവാങ്കലിൽ നിന്ന് ഒരു നിമിഷം വേറെ ആവണുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പം എങ്ങനെ മരിച്ചാലും അതെങ്ങനെ അപമൃത്യാവുക? അത് ശുഭമൃത്യു തന്നെ ആവുള്ളൂ, അപമൃത്യു ഒരിക്കലും ആവില്ല. ഈ ലോകകാര്യങ്ങൾ വിചാരിച്ച് മരിച്ചാലേ അപമൃത്യാവുള്ളൂ. ഇപ്പം സാധാരണ മരണമായാലും അപമൃത്യാണ്. അതുകൊണ്ട് ഇവിടെ കുടകാചലം എന്ന് പറയുന്ന കുടക് എന്ന പ്രദേശത്തെ പർവ്വതത്തിലുണ്ടായ കാട്ടുതീയിൽപ്പെട്ട് ശരീരം ഉപേക്ഷിച്ചു. ക്ഷയുവ്രതം ഗോമൃഗ കാകചര്യാം, പെരുമ്പാമ്പിൻ്റെ ചര്യ, പശുക്കളുടെ ചര്യ, മാനിൻ്റെ ചര്യ, കാക്കയുടെ ചര്യ. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ചര്യയൊന്നുമല്ല. അവിടുന്നൊക്കെ വിട്ടു. ഏത് രീതിയിൽ എന്തേ കിട്ടിയേച്ചാൽ കഴിക്കുക, എവിടെ തരാച്ചാൽ അവിടെ കിടക്കുക വേണമെന്നില്ല, സൗകര്യങ്ങൾ വേണമെന്നില്ല, ഒന്നുമില്ല. പുല്ലിലോ മണ്ണിലോ കിടക്കും. അങ്ങനെയുള്ള ചര്യ അനുഷ്ഠിച്ച് പരം സ്വരൂപം പരമാത്മസ്വരൂപത്തെ പ്രാപിച്ച് കുടകാചലത്തിൽ കുടകപർവ്വതത്തിൽ കാട്ടുതീയിൽ ശരീരം ഉപേക്ഷിച്ചതായ ഗുരുവായൂരപ്പ. അങ്ങനെയാണല്ലോ ഇതൊക്കെ. എൻ്റെ ആ ദുഃഖത്തെ താപാൻ മമ താപാൻ അപാഗുരു,
എൻ്റെ താപത്തെ ഇല്ലാണ്ടാക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ദശകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പഞ്ചമസ്കന്ധത്തിൽ 7 മുതൽ 15 വരെ ഉള്ള അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ച ജഡഭരതൻ്റെ ചരിതം ഇവിടെ പറഞ്ഞിട്ടില്ല. 6 അധ്യായത്തിലാണ് ഋഷഭദേവൻ്റെ കഥ. 3 അധ്യായത്തിൽ 6 അവസാനിക്കണു എന്നർത്ഥം. 4, 5, 6 അതിവിടെയാണ്. ഇവിടെ 3 അധ്യായം കൊണ്ട് ഒരു ദശകത്തിൽ സംഭരിച്ചു. ഇനി അവിടുന്ന് അങ്ങോട്ട് കുറേ അധ്യായമുണ്ട്, 9 അധ്യായങ്ങൾ. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഭരതൻ്റെ കഥ ഇവിടെ വിസ്തരിച്ചില്ല. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭൂഗോള വിവരണമാണ് 21-ാം ദശകത്തിൽ. ഇടയിലൊരു വലിയ കഥയുണ്ട്, ഭരതൻ്റെ കഥ. അത് ഇവിടെ എന്തോ അദ്ദേഹത്തിന് സംഗ്രഹമായതുകൊണ്ടോ പറഞ്ഞാൽ കഴിയില്ല എന്നിട്ടോ പറഞ്ഞില്ല. 1000 ശ്ലോകത്തിൽ ഒതുക്കേണ്ടതുകൊണ്ടാവാം, പറഞ്ഞാൽ ആ പരിധി പാലിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ ഭൂഗോള വിവരണം 16-ാമത്തെ അധ്യായം മുതൽക്കാ തുടങ്ങണം, ഭാഗവതം പഞ്ചമത്തിൽ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയാണ് ഇവിടുന്ന് പറയണത്. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു ദിവസം, പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.